ഹായ് ഹലോ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് ഗൈസ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ചായ കുടിച്ചുകൊണ്ട് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടെ രാവിലെ ചായയും ഗോതമ്പ് ദോശയും ഒരു ഞാലിപ്പൂവനും കഴിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലും ഞങ്ങൾ ചർച്ചയിലാണ് ഗൈസ്, ഇന്ന് എന്തൊക്കെ ജോലികൾ ചെയ്യാനുണ്ട്. പക്ഷേ ഈ ജോലികളെല്ലാം ചെയ്യുന്നതിന് വെല്ലുവിളിയായിട്ട് മഴക്കോള് നേരത്തെ വന്ന് നിൽപ്പുണ്ട്. കാരണം ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് എപ്പം മഴ പെയ്യും എപ്പം വെയിൽ വരും എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് പുറം പണിയെല്ലാം അങ്ങ് നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തുള്ള പണി ഇരുന്ന് ചെയ്യാം, പക്ഷേ പുറത്ത് പണി ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന ഡയലോഗ് അമ്മ അടിച്ചുകൊണ്ട് ഞാനും അമ്മയും കൂടെ ചായയും കുടിയും കഴിഞ്ഞു പെട്ടെന്ന് തന്നെ പുറം പണി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഗസ്റ്റ് വരുന്നതിന് മുമ്പേ നമുക്ക് ജോലിയെല്ലാം ചെയ്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ ആദ്യം തന്നെ പോയി മുറ്റമടിച്ച് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ മുറ്റമടിക്കാൻ പോയ സമയം കൊണ്ട് കുറച്ചൊരു ഇടവേള കിട്ടിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് തണ്ണിമത്തങ്ങ ഇരിപ്പുണ്ട്, അതും എടുത്ത് കഴിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തണ്ണിമത്തങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ആ സംഭവം നടന്നത്. മുറ്റം നിറച്ച് ചെറിയ ഉറുമ്പ. കാരണം ഈ മഴ പെയ്തതിന് ശേഷം മുറ്റം മൊത്തം ഇത് കടിച്ചു കഴിഞ്ഞാൽ നല്ല അരപ്പായിരിക്കും. അമ്മയാണെങ്കിൽ സാധാരണ ഉറുമ്പ് പൊടിയാണ് ഇടാറുള്ളത്. അത് തീർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മ ഉള്ള പേപ്പർ മൊത്തം കത്തിച്ച് മുറ്റം മൊത്തം തീ കത്തിക്കുക കഴിച്ചു. അന്നേരത്തേന് ഞാൻ അവിടെ ഇരുന്ന് തണ്ണിമത്തങ്ങ കാര്യമാക്കി. ഞാനും ഡുണ്ടുമോളും കൂടെ മഴ ഇനി എപ്പോൾ പെയ്യും എന്ന് നോക്കിയിരിക്കുമ്പോഴായിരുന്നു ഗൈസ് നമ്മുടെ വീട്ടിലേക്ക് അതിഥി വന്നത്. എൻ്റെ അമ്മ വന്നിരിക്കുന്നു. എൻ്റെ അമ്മ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, സ്വർണം കിട്ടിയതിന് തുല്യമാണ് കുറേ കരിയാപ്പില കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേന്. അങ്ങനെ കരിയാപ്പിലയും അമ്മ തേടി നടക്കുമായിരുന്നു പാഞ്ചിയില എവിടെ നിന്ന് കിട്ടുന്നു. അങ്ങനെ പാഞ്ചിയിലയുടെ തൈയും കൊണ്ടുവന്നു. പിന്നെ കുറേ എനിക്ക് വേണ്ടിയുള്ള കുറേ നട്ട്സൈറ്റും സോപ്പും പേസ്റ്റും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം പൊതി അഴിച്ച് എല്ലാം നിരത്തി വെക്കുക. ഇതുണ്ട് അതുണ്ട് ഇങ്ങനുണ്ട് അതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം തുറന്ന് കാണിക്കുക. എല്ലാം ഓരോരോ കുഞ്ഞു പേപ്പറിൻ്റെ അകത്ത് പൊതിക്കെട്ടായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. ഈ പൊതിക്കെട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അച്ചാമ്മ എനിക്ക് ഓർമ്മ വന്നത്. കാരണം അച്ചാമ്മ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ പലഹാരങ്ങളൊക്കെ ഇതുപോലെ പേപ്പറിൻ്റെ അകത്ത് ഇങ്ങനെ കുഞ്ഞു പൊതിക്കെട്ടിൻ്റെ അകത്തൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അങ്ങനെ പിസ്ത ഉണ്ടായിരുന്നു, നട്ട്സ് ഉണ്ടായിരുന്നു, ബദാം ഉണ്ടായിരുന്നു, അത്തിപ്പഴം ഉണ്ടായിരുന്നു ഗൈസ്. കാരണം ഇത് എനിക്ക് കൊണ്ടുവന്നത്, പക്ഷേ രണ്ടുപേരും കൂടെ ആയിരുന്നു ആദ്യമേ എടുത്ത് കഴിച്ചത്. കടി കൊള്ളത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ വെള്ളത്തിയിട്ട് കുതിർത്തൊക്കെ വേണം കഴിക്കാനെന്ന്. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് 500 രൂപയും കിട്ടി കഴിച്ചു. അപ്പോഴത്തേക്കും ഞാൻ ഹാപ്പിയായി. ഇങ്ങനെയൊക്കെ അമ്മമാർ നമ്മളെ വന്ന് കണ്ടിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായല്ലേ. അത് കഴിയുമ്പോഴത്തേനും അമ്മയ്ക്ക് ആഹാരമൊക്കെ കൊടുത്തു. അങ്ങനെ ബീഫ് കറി ഉണ്ടായിരുന്നു, മെഴുക്കുവരട്ടിയും ചീനി വേവിച്ചത്, മോരും ഒക്കെ ഉണ്ടായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഡുണ്ടുമോനെ അമ്മ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അന്നേരത്തേനും രാധമ്മ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ അമ്മ പറഞ്ഞു ഇനി അടുത്ത മഴയ്ക്ക് മുമ്പേ എനിക്ക് വീട്ടിൽ പറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആയൂരിൽ നിന്ന് അടൂരേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ദിവസം നല്ലൊരു തട്ടുകൂട്ടുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.